ഹായ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വിജയാഘോഷങ്ങളും കഴിഞ്ഞു. ഇനി എല്ലാവരും പിരിഞ്ഞു പോവുക. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും നോർമലാവുക. ഇന്ന് ജയിച്ചവർ ഇന്ന് തോറ്റവരെ തെറി വിളിച്ചു കാണും, കളിയാക്കി കാണും. ഇന്നലെ ജയിച്ചവർ അതുപോലെ തന്നെ ചെയ്തു കാണും. അപ്പോൾ അതിൽ രണ്ട് കൂട്ടരും സായുജ്യമടയുക. എന്നിട്ട് നമ്മൾ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. ഇതാ ഇവിടെ ഇങ്ങനെ ചെയ്യണം, അവിടെ അങ്ങനെ ചെയ്യണം. എന്നിട്ട് ജയിച്ച മെമ്പറെ കൂടെ നിൽക്കുക. ഞാൻ ഈ വാർഡത്തത് മാത്രമല്ല കേട്ടോ പറയുന്നത്, എല്ലാ വാർഡിലും ഓരോ മെമ്പർമാരുണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ മെമ്പറെ കൂടെ നിൽക്കുക, ചേർന്ന് നിൽക്കുക. അതുപോലെ മെമ്പറും ജയിച്ച മെമ്പർമാർ എല്ലാവരെയും ഒന്നായി കാണുക. അല്ലാതെ നമുക്ക് വോട്ട് ചെയ്തവരുണ്ടാവും, വോട്ട് ചെയ്യാത്തവരുണ്ടാവും. ജയിച്ചു കഴിഞ്ഞാൽ MLA ആയാലും MP ആയാലും മന്ത്രിയായാലും ഇനി മെമ്പർ തന്നെയായാലും എല്ലാവരുടേതുമാണ്. അല്ല എന്ന് വാദിക്കുന്നവരുണ്ടെങ്കിൽ അവൻ വിഡ്ഢിയാണ്. അപ്പോൾ അതുകൊണ്ട് ജയിച്ച മെമ്പർ എല്ലാവരുടെയും മെമ്പറാണ്, ഓരോ വാർഡിൻ്റെയും മെമ്പറാണ്. അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് വിളിച്ച് ഓരോരുത്തരുടെ ആവശ്യങ്ങൾ പഞ്ചായത്ത് വഴി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴി നമുക്ക് തീർത്ത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിനായി പരിശ്രമിക്കുക. അതാണ് വേണ്ടത്. എല്ലാ കാര്യങ്ങളും ഒരു പഞ്ചായത്തിൽ നിന്ന് ശരിയായി കൊള്ളണമെന്നില്ല, അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് എന്തെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടുന്നോ അതെല്ലാം നമ്മുടെ വാർഡിലേക്ക് കൊണ്ടുവരിക, അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക. അതുപോലെ വേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ സന്ദർശിക്കുക. ഒരു പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നത് എന്തൊക്കെ അതൊക്കെ മതി. അതുപോലെ MLAൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും മെമ്പറുടെ സ്വാധീനം ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ അതും നമ്മുടെ വാർഡിന് വേണ്ടി ഉപയോഗിക്കുക. വികസനമാണ് ഇനി നമ്മുടെ ചിന്തയും ചർച്ചയും എല്ലാം. ഇനി കുറച്ചു കാലം രാഷ്ട്രീയം ഒന്ന് മാറ്റിവെക്കുക, എന്നിട്ട് പരസ്പരം ചേർന്ന് നിൽക്കുക. എന്നിട്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രതിപക്ഷം ശ്രമിക്കുക. കൂടെ ഓരോ മെമ്പർമാരും ഉണ്ടാവണം, ഓരോരോ വാർഡിലെ മെമ്പർമാരും കൂടെ നിൽക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ പരസ്പരം ചെളിവാരി എറിഞ്ഞ് ഈ 5 വർഷം കളയരുത്. അപ്പോൾ ഒക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.